ഇന്ന് വളരെ അവിചാരിതമായി യൂട്യൂബിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പ്രസംഗിക്കാൻ 15 ടിപ്പുകൾ എന്നൊരു വീഡിയോ ശ്രദ്ധിക്കുകയുണ്ടായി. ആ വീഡിയോ ചെയ്യുന്ന ആളെ നല്ല മുഖപരിചയം തോന്നിയതുകൊണ്ട് കുറച്ച് സമയം അത് ശ്രദ്ധിച്ചു. ലക്ഷക്കണക്കിന് വ്യൂകളും ഒരുപാട് കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. ഇവിടെ എനിക്കൊരു ഓർമ്മ വരികയാണ്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അധ്യാപകൻ എന്തെങ്കിലും ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്കത് അറിയാവുന്നതാണെങ്കിലും അറിയില്ലാത്തതാണെങ്കിലും ഇത് പറയേണ്ട ഉത്തരവാദിത്വം ക്ലാസ് ലീഡർക്കാണ് എന്ന നിലയിൽ ക്ലാസ് ലീഡർ നാരായണൻ്റെ മുഖത്തേക്ക് നോക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ 10 പേരുടെ മുമ്പിൽ സംസാരിക്കുവാനുള്ള നമ്മുടെ പ്രാവീണ്യത്തിന് വല്ലാതെ കുറവ് വരികയും വേദികളിൽ സംസാരിക്കുവാനുള്ള നാരായണൻ്റെ കഴിവ് വർദ്ധിച്ചു വരികയും ചെയ്തു. അതേ നാരായണനാണ് ഈ യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നത്. ഇവിടെ 16ാമത്തെ ടിപ്പായിട്ട് ഞാൻ പറയുകയാണ്, കിട്ടുന്ന ഓരോ അവസരങ്ങളും നാം വിനിയോഗിക്കുക. നമുക്ക് എത്രമാത്രം കഴിയും അത്രമാത്രം നാം മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം കാണിക്കുക. ഉത്തരവാദിത്തം കൈമാറി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഫലപ്രദമായ വികസനം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ 16ാമത്തെ ടിപ്പായിട്ട് മനസ്സിൽ കരുതുക, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഉത്തരവാദിത്ത ബോധത്തോടെ പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുക. നന്ദി.